ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് എനിക്ക് ഒരു വട്ടം ഉണ്ടാക്കി ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ആദ്യം ഞാൻ ഇതൊന്നും ഉണ്ടാക്കി നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? പിന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ മുഖത്തുള്ള കരുവാളിപ്പ്, നല്ല സ്കിന്നൊക്കെ നല്ലവണ്ണം ബ്രൈറ്റ്നെസ്സൊക്കെ ആയിട്ട് നിൽക്കാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ വീഡിയോ ഞാൻ പിന്നെ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 200 പാലും അതുപോലെ തന്നെ പച്ചമഞ്ഞൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടോ. ആ നീര് പിഴിഞ്ഞെടുത്തത് 200 പാലും 200 പച്ചമഞ്ഞളുടെ നീരും കൂടി ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. അത് രണ്ടും ഞാൻ പിന്നെ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ആണി ശർക്കരയാണ് കേട്ടോ എടുത്തത്. ഒരു ആണി ശർക്കരയും കൂടി ഞാൻ എടുത്തിട്ട് അതിലേക്കിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടോ. കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി ആദ്യം എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കാരണം എൻ്റെ മുഖത്ത് PCOD ഒക്കെ ഉണ്ടായിട്ട് നല്ലവണ്ണം എനിക്ക് മുഖത്ത് നല്ല കുരുക്കളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് ആ കുരുവിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് നല്ലവണ്ണം കുറുകുന്നത് വരെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊരു പാകമുണ്ട്. അപ്പം നല്ലവണ്ണം വറ്റി പോകാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഇത് നല്ലവണ്ണം വറ്റിപ്പോയാൽ അതൊരു കറുപ്പ് കളറായിട്ട് വരും. അപ്പോൾ നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമുക്ക് ഗ്യാസ് ഓണാക്കി വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളിത് കുറുകി വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഞാൻ 2 ആഴ്ച ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇത് കുറുകി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിലെ ഇതുപോലെ കുറുകി വരണം കേട്ടോ. ഇതുപോലെ കുറുകിയതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറഞ്ഞോ, ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യാൻ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ അപ്പം എനിക്ക് നല്ലൊരു എനിക്ക് തോന്നിയത് അതാണ്. കുറച്ച് തൈരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് യൂസ് ചെയ്യുമ്പോൾ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് തൈര് കേട്ടോ. നമ്മൾ പാത്രത്തിലേക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ അതിൽ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിന് പാകമായിട്ട് ഒരു ടീസ്പൂണൊക്കെ തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളിത് കുറുകി വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലെ കുറുക്കിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അരുവിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, പിന്നെ കുറച്ച് കറുപ്പായിട്ട് വരുന്നത് അത് പിന്നെ അതുപോലെ ആകും നമ്മൾ തീ കുറച്ച് കൂടുതലാക്കി വെച്ചാൽ. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ പിന്നെ നിങ്ങൾ ഗ്യാസ് വെക്കാൻ നോക്കണം. നമുക്ക് ഇതെന്താ കിട്ടണോ, നമുക്കിത് ഒരു തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റട്ടോ. ഇതേ പരുവത്തിലായിരിക്കണം. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് 2 ആഴ്ച ഇത് സൂക്ഷിച്ച്